ഹലോ എവരിബഡി. ഇന്ന് നമ്മൾ കോലാലംപൂരിൽ നിന്ന് സിംഗപ്പൂരിലോട്ടുള്ള യാത്രയിലാണ്. രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോവുകയാണ്. എല്ലാവർക്കും നമ്മുടെ സിംഗപ്പൂർ യാത്രയിലോട്ട് സ്വാഗതം. നമ്മുടെ യാത്ര എയർപോർട്ടിലോട്ട് അതിരാവിലെ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള റോഡുകളൊക്കെ ഓൾമോസ്റ്റ് വളരെ എംപ്റ്റിയാണ്. പക്ഷേ തിരികെ ഇങ്ങോട്ട് വരുന്ന സിറ്റിയിലോട്ട് വരുന്ന ഭാഗം മുഴുവൻ ഭയങ്കര ട്രാഫിക്കാണ്. ഏതാണ്ട് 1 മണിക്കൂറോളം ഡ്രൈവ് ചെയ്തിട്ടാണ് എയർപോർട്ടിൽ നമുക്ക് എത്താൻ സാധിക്കുക. എയർ ഏഷ്യ വരുന്ന ടെർമിനലിലോട്ടാണ് നമ്മളിപ്പം പോകുന്നത്. ഈ നമ്മുടെ കൂടെ നമ്മളെ കൊണ്ടുപോകുന്നൊരു ചൈനീസ് ഡ്രൈവറാണ്. അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മലേഷ്യയെക്കുറിച്ചുള്ളത് ഇങ്ങനെ പറഞ്ഞ് അതൊക്കെ കേട്ട് നമ്മളിങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ചുറ്റിനും കാണുന്ന പല ഭാഗങ്ങളും പണ്ട് പാം ട്രീ കൊണ്ട് നിറഞ്ഞു നിന്ന പ്രദേശങ്ങളാണ്. അതൊക്കെ അവർ ഇപ്പം നവീകരിച്ച് നഗരങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. നമ്മളിപ്പം പാസ് ചെയ്യുന്നത് പുത്രജയ ആ ഒരു റീജിയനിൽ കൂടെയാണ്. അടുത്ത ടോൾ നമ്മളിപ്പം ക്രോസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് ഓഫീസുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. പുത്രജയയിലാണ് പ്രൈം മിനിസ്റ്ററിൻ്റെ റെസിഡൻസും മറ്റു കാര്യങ്ങളുമൊക്കെ. നമ്മളുടെ യാത്ര പിന്നെ അങ്ങനെ തുടരുകയാണ്. നമ്മൾ ഏതാണ്ട് എയർപോർട്ടിലോട്ട് അടുക്കാറായി. നമ്മൾ കോലാലംപൂർ സിറ്റി വിട്ടിട്ട് മുന്നോട്ട് ഈ എയർപോർട്ടിലോട്ട് വരുന്ന റൂട്ടിൽ എതിർ സൈഡിൽ കാണുന്നത് ഭയങ്കര ഹെവി ട്രാഫിക്കാണ്. നമ്മളിപ്പോൾ ഏതാണ്ട് 5-6 കിലോമീറ്റർ കണ്ടു. വണ്ടികളെല്ലാം തൊട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവരെല്ലാം രാവിലെ ഓഫീസിലോട്ട് പോകുന്നതിൻ്റെ ആ ഒരു തിരക്കാണ് കാണുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ടോൾ പ്ലാസയിലെത്തി. 3-4 ടോൾ പ്ലാസ കഴിഞ്ഞിട്ടാണ് നമുക്ക് എയർപോർട്ടിൽ എത്താൻ പറ്റും. ഓരോ ടോൾ പ്ലാസയിലും 3 റിങ്കറ്റ്, 4 റിങ്കറ്റ്, 6 റിങ്കറ്റ് അങ്ങനെ എമൗണ്ട് കൊടുത്തിട്ടാണ് ക്രോസ് ചെയ്ത് പോകുന്നത്. ഈ ഭാഗങ്ങളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാം ട്രീസ് നിറഞ്ഞു നിന്ന കംപ്ലീറ്റ് കൃഷിയിടങ്ങളായിരുന്നു. ഈ ഹൈവേ വന്നപ്പോഴത്തേക്കും അതിൻ്റെ നടുവിൽ കൂടിയാണ് ഇതൊക്കെ വെട്ടിമാറ്റി പുതിയ റോഡുണ്ടാക്കിയ ഒരു വേ ആണിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പ്രദേശമൊക്കെ പുതിയ റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടെ കമ്പാരിറ്റീവ്ലി കോലാലംപൂരിൽ നിന്ന് പ്രൈസ് കുറഞ്ഞ് നമുക്ക് വീടൊക്കെ വാങ്ങാൻ പറ്റുമെന്നാണ് നമ്മുടെ കൂടെ വരുന്ന ഡ്രൈവർ പറഞ്ഞത്. ബേസിക്കലി ചൈനീസ് ഒറിജിനും അതുപോലെ തന്നെ ഇന്ത്യൻ ഒറിജിനുമായ മലേഷ്യൻ സിറ്റിസണുള്ള ആൾക്കാരൊന്നും അത്ര ഹാപ്പി അല്ല ഇവിടുത്തെ ഇവരോടുള്ള മലേഷ്യൻ മെജോറിറ്റി പീപ്പിളിൻ്റെ ഇടപെടൽ. കാരണം ഇവർക്ക് ഒത്തിരി ഫെസിലിറ്റീസ് കാര്യമായിട്ടൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മുടെ കൂടെ ഉള്ള ഈ ചൈനീസ് സുഹൃത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മലേഷ്യയെപ്പറ്റി ഇങ്ങനെ വിവരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്ന് അങ്ങനെ നമ്മൾ ഏതാണ്ട് എയർപോർട്ടിൻ്റെ ആ ഒരു ഓവർ ബ്രിഡ്ജിൽ കയറി നമ്മൾ എയർപോർട്ടിലെത്തി. അങ്ങനെ നമ്മൾ ടെർമിനൽ 2-ലെത്തി. എയർ ഏഷ്യയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന എയർപോർട്ടാണ് ഈ എയർപോർട്ട്. പണ്ട് നമ്മൾ ഒരിക്കൽ ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഈ എയർപോർട്ട് കാണുന്നത്. ഭയങ്കരമായ രീതിയിൽ എക്സ്പാൻഷൻ നടന്നിട്ടുണ്ട് ഈ എയർപോർട്ടിൽ. നമ്മളങ്ങനെ ഇവിടെ വന്നു. ടെർമിനൽ 2-ൽ എയർ ഏഷ്യ പോകുന്ന എയർപോർട്ടാണിത്. ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നവരും എല്ലാവരും ഇവിടാണ്, ഈ എയർപോർട്ടിലാണ് വന്ന് ഇറങ്ങുന്നത് നാട്ടിൽ നിന്ന്. ഫ്ലൈറ്റ് 10:30-ക്കാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ ഇപ്പം ഉള്ളോട്ട് പോവാണ്. ലഗേജ് ആക്ച്വലി എയർ ഏഷ്യ ആയതുകൊണ്ട് നമുക്ക് 7 കിലോ അലൗഡ് ഉള്ളൂ. അതുകൊണ്ട് ഒരു ഹാൻഡ് ക്യാരി മാത്രമേ എടുത്തിട്ടുള്ളൂ. അവിടെ എയർ ഏഷ്യ എന്ന് പറഞ്ഞിട്ട് വലിയ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര തിരക്കുള്ള എയർപോർട്ടാണ്. ഏഷ്യയുടെ കൗണ്ടറാണ് ഇവിടെ ഉള്ളത്. നമുക്കിപ്പം
ബോർഡിംഗ് പാസ് ഓൾറെഡി എടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ നേരെ ഇതിനകത്ത് കയറുവാണ്. ഇത് ഇമിഗ്രേഷൻ്റെ ഏരിയ. ഇത് മുഴുവൻ എയർ ഏഷ്യയുടെ കൗണ്ടറാണ് ഇവിടെ മുഴുവൻ. നമ്മളങ്ങനെ ടെർമിനൽ 2-ൽ ഡൊമസ്റ്റിക് എയർലൈൻസിൻ്റെ ആ എയർപോർട്ടിലാണ് എത്തിയിരിക്കുന്നത്. എയർ ഏഷ്യയുടെ ഇവിടുന്ന് നേരെ നമ്മുടെ ഗേറ്റിലോട്ട് നടക്കുക. നമ്മൾ റിയാദിൽ നിന്ന് ലാൻഡ് ചെയ്ത എയർപോർട്ടാണ് ഇത്. ഇവിടെയാണ് മലേഷ്യൻ എയർലൈൻസും മറ്റുള്ള എയർലൈൻസൊക്കെ വന്ന് ലാൻഡാണ്. എയർ ഏഷ്യ വന്ന് ലാൻഡ് ആകുന്നതാണ് ഈ എയർപോർട്ടിൽ. പക്ഷെ രണ്ടിനും റൺവേ ഒന്നാണ്. എയർപോർട്ടിൽ ഇതുപോലത്തെ ഷോപ്പുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ലിക്കർ മേടിക്കാം, വാച്ച് മേടിക്കാം, അതുപോലെ തന്നെ ബാഗ്സ്, പെർഫ്യൂംസ്, എല്ലാ കടകളും ഉണ്ട്. മസാജ് ചെയർസ് കൃത്യ കാണുന്ന പോലെയല്ല. എയർപോർട്ടിനടുത്ത് ഉള്ളോട്ട് വരുന്നതനുസരിച്ച് ബ്രാൻഡുകളും എല്ലാം ഉണ്ട് ഇവിടെ. ഇതാ കോസ്റ്റ കഫേ ബ്രാൻഡാണ്, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇവിടെ ഓൾമോസ്റ്റ് ഈ ലേഡീസ് ബാഗിനൊക്കെ 2000-2500 റിയാൽ റിംഗറ്റ് ആണ് വില കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഔട്ട്ലെറ്റ് മോളിൽ ചെന്നപ്പോഴത്തേക്കും അത് 3500 ആയിരുന്നു. ജെൻഡിങ്ങിൻ്റെ അവിടെ ഓൾമോസ്റ്റ് വില കൂടുതലായിട്ടാണ് കണ്ടത്. നമ്മളവിടെ കിട്ടുന്ന എല്ലാ ബ്രാൻഡുകളും ഇവിടെ ഉണ്ട്. ചാൾസ് ആൻഡ് കെയ്ത്ത്, ബാത്ത് ആൻഡ് ബോഡി, വിക്ടോറിയ, സീക്രട്ട്, അങ്ങനെ പറഞ്ഞ എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നത് റിയാദിലായിരിക്കും കുറേയും കൂടെ നമുക്ക് ബെറ്റർ പ്രൈസ് കിട്ടുക. ഇവിടെ എക്സ്പെൻസീവ് ആണ്. 17 ആണ് ഈ എയർപോർട്ട്. ഭയങ്കര വലുപ്പമാണ് ഈ എയർപോർട്ട്. വെളിയിൽ നിന്ന് കണ്ടപ്പോൾ ഇത്രയും ഇത് തോന്നിയില്ലായിരുന്നു, പക്ഷെ ഭയങ്കര വലുപ്പമാണ്. ശരിക്കും നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 കിലോമീറ്റർ ഓടിയെന്ന് തോന്നുന്നു, നടന്നെന്ന് തോന്നുന്നു ഇതിനകത്തൂടെ. നമ്മളങ്ങനെ സിംഗപ്പൂർ ഫ്ലൈറ്റിലോട്ട് കയറുക. നമ്മളങ്ങനെ സിംഗപ്പൂർ എയർപോർട്ടിൽ ലാൻഡഡായി. നമ്മൾ ഈ ഫ്ലൈറ്റിലാണ് എത്തിയത്, എയർ ഏഷ്യ. സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ ട്രാൻസ്ഫർ T1, T2, T3 എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ഇനി ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് വെളിയിൽ പോകണം. ലഗേജൊന്നുമില്ല, ഹാൻഡ് ക്യാരി മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നേരെ ഇമിഗ്രേഷൻ ആൻഡ് ഗോയിങ് ഔട്ട്. ഇവിടെ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞ സംഭവമൊന്നും കാണുന്നില്ല ഇപ്പം. ഇവിടെ ലൈൻ നമ്പർ 13-31, ലൈൻ നമ്പർ 32-34 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ കുറേ ഇങ്ങനെ സ്കാൻ ചെയ്ത് പോകുന്ന മെഷീൻസ് ഉണ്ട്. നമ്മുടെ ഒരു അറൈവൽ കാർഡുണ്ട്, അത് ഇവിടെ സ്കാൻ ചെയ്ത് ഔട്ട് ചെയ്ത് പോവുകയാണോ എന്ന് തോന്നുന്നു. എന്തായാലും അവിടെ ചെന്നിട്ട് നോക്കാം. ഈ മെഷീനകത്ത് ഇതിൽ സ്കാൻ ചെയ്യുന്നു. നമ്മൾ ഇത് കംപ്ലീറ്റ്ലി ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് എല്ലാം ഇതുപോലെയാണ്, ഓട്ടോമാറ്റിക്കാണ്. എല്ലാവർക്കും സ്കാൻ ചെയ്ത് ഇറങ്ങി പോവാം. നമ്മളങ്ങനെ
സിംഗപ്പൂർ എയർപോർട്ടിൽ നിന്ന് വെളിയിലോട്ട് പോവുകയാണ്. ഇമിഗ്രേഷൻ നേരത്തെ മുതലേ ഇതുപോലെ സ്മാർട്ട് ഇമിഗ്രേഷൻ പ്രോസസ്സാണ്. അതുകൊണ്ട് പെട്ടെന്ന് സംഭവങ്ങൾ നടത്തി പോകാം. അവിടെ നമുക്ക് ബാഗേജ് സ്റ്റോറേജ് ഏരിയ ഒക്കെ ഉണ്ട്. അവിടെ ആവശ്യത്തിനാണ് ബാഗേജൊക്കെ വെക്കാം. ഇവിടെ ബസ്സിന് വേണ്ടി വന്ന് ക്യൂ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ ബസ്സിന് വേണ്ടി നിൽക്കുകയാണ്. ബസ് ഇപ്പോൾ നമ്മളെ T1 ടെർമിനൽ 1 നമ്മളെ കൊണ്ടുപോകും. ഇപ്പോൾ ടെർമിനൽ 4 നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ സിംഗപ്പൂർ മണ്ണിൽ കാല് ചവിട്ടിയിരിക്കുകയാണ് ആദ്യമായിട്ട്. 4 നമ്മൾ വന്ന് ഇറങ്ങിയത്. നമ്മളിപ്പോൾ പോകുന്ന T1 ടെർമിനൽ 1 പോകുന്നത്. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ എയർപോർട്ട് എന്ന് പേരുള്ള എയർപോർട്ടാണ് സിംഗപ്പൂർ എയർപോർട്ട്. നമുക്കിപ്പോൾ ഒരു 6, 7, 8 എത്ര ട്രാൻസിറ്റ് ടൈം ഉണ്ടെങ്കിലും നമുക്ക് ഈ എയർപോർട്ടും ഈ എയർപോർട്ട് പരിസരത്തും ഒക്കെ ശരിക്കും നമുക്ക് എൻജോയ് ചെയ്ത് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എയർപോർട്ടാണ് സിംഗപ്പൂർ എയർപോർട്ട്. നമ്മൾ ടെർമിനൽ 4 നിന്ന് ബസ്സിൽ കയറിയിട്ട് ഏതാണ്ട് 15 മിനിറ്റോളമായിട്ട് നമ്മളിപ്പോഴും ഈ ഒരു എയർപോർട്ട് ഏരിയ കൂടെ ഇങ്ങനെ കറങ്ങുകയാണ് അടുത്ത ടെർമിനലിലോട്ട് ചെല്ലാൻ, ടെർമിനൽ 1. മരങ്ങൾ കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുക. നമ്മളിപ്പോൾ ഈ ടെർമിനൽ 4 നിന്ന് ടെർമിനൽ ഈ ഒരു 1 വന്നിരിക്കുന്ന ഈ ജുവൽ എന്ന് പറയുന്ന ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയാണ്. സിംഗപ്പൂർ വന്നു കഴിഞ്ഞാൽ ആരും കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ജുവൽ കൺസെപ്റ്റ്. ഇങ്ങനെയൊരു അടിപൊളി പാർക്ക് രീതിയിൽ എയർപോർട്ടിൽ തന്നെ ഇത് സജ്ജീകരിച്ചിരിക്കുന്ന എയർപോർട്ട് എന്നുള്ള ഒരു ബഹുമതി ശരിക്കും പറഞ്ഞാൽ സിംഗപ്പൂർ എയർപോർട്ടിനാണ് ലോകത്തിൽ തന്നെ ഉള്ളത്. ഇത്രയും നല്ലൊരു എയർപോർട്ട് ഇതുപോലെ ചെടികളും അതുപോലെ ഈ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു എയർപോർട്ടും ലോകത്ത് വേറെയില്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഔട്ട്സൈഡേഴ്സിന് ഇവിടെ കയറി വരാം. അതായത് ഇപ്പം ട്രാവൽ ചെയ്യുന്നവർ മാത്രമല്ല വെളിയിൽ നിന്നുള്ളവർക്ക് ഇവിടെ കയറി വരാം. ഇവിടെ ഞാനിതിനകത്ത് കയറിയപ്പോൾ തന്നെ കണ്ടു ഒത്തിരി വധൂവരന്മാർ വന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് പോകുന്നുണ്ട്. കാര്യം അത്രയും ഭംഗിയാണ് ഇതിനകത്ത് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും ടെർമിനൽ അകമാണെന്ന് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയത്ത് പോലുമില്ല. അതുപോലെ ഭംഗിയാണ് ഈ ഒരു പ്ലേസ് നമുക്ക് കാണുമ്പോൾ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇവിടെ ഞാൻ എഴുതി വെച്ചത് കണ്ട് ഏതാണ്ട് 2000-ൽ പരം ട്രീകൾ ഇതിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ചെടികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടൊരു 10,000-ന് മുകളിൽ തന്നെ അവർ പല ടൈപ്പ് ഓഫ് ചെടികൾ ഇവിടെ അവർ പരിപാലിക്കുന്നുണ്ട്. നമുക്കവിടെ കാണാം ചെറിയ ഒരു മോണോറെയിൽ പോലെ പോകുന്നത്. എയർപോർട്ട് സർവീസ് പോകുന്ന മോണോറെയിലാണത്. നമുക്കിതിലൂടെയൊക്കെ ഓരോ ടിക്കറ്റും എടുത്ത് ഇതുവഴിയൊക്കെ യാത്ര ചെയ്യാം. ഓരോ പ്ലേസിലും ഓരോ സെക്ടറിലോട്ടും കയറണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ നമ്മൾ ടിക്കറ്റ് എടുത്ത് വേണം കയറാൻ. അതായത് $30, $20, $15 അങ്ങനെ പല പ്രൈസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിയർ അബൌട്ട് 21,000 സ്ക്വയർ മീറ്ററാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഇതിൻ്റെ ആ ഒരു ഫുൾ സ്ഥലം കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് അവർ ഇവിടെ ഒരു നോട്ടീസ് ബോർഡുള്ള ഇതിനകത്ത് ഞാൻ വായിച്ചറിഞ്ഞാണ്. അത്രയ്ക്കും അടിപൊളി സെറ്റപ്പിലാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. സിംഗപ്പൂർ എയർപോർട്ടിന് ചാങ്കി എയർപോർട്ട് എന്നാണ് പറയുന്നത്. അപ്പം ആ എയർപോർട്ടിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ട് ലഗേജ് വെക്കാനുള്ള സൗകര്യങ്ങൾ. അവിടെ ലോക്കർ റൂമുണ്ട്. നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് നമുക്ക് ഈ പറയുന്ന ജുവൽ എന്ന് പറഞ്ഞ പ്ലേസിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതുപോലെ തന്നെ ചില ഭാഗത്ത് ജുവലിലുള്ള ചില ഏരിയയിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലഗേജ് വെളിയിൽ തന്നെ വെക്കണം. അകത്തോട്ട് ലഗേജ് അലൗഡ് അല്ലാത്തത് കൊണ്ട് നമ്മളിപ്പം ഗ്രൂപ്പായിട്ടല്ല സിംഗിളായിട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ ലഗേജ് വെളിയിൽ വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത ഒരു വിഷയം വരുന്നത് കൊണ്ട് നമ്മൾ അവിടുത്തെ ലോക്കർ ഫെസിലിറ്റി യൂസ് ചെയ്തിട്ട് തന്നെ ജുവലിലോട്ട് പോകുന്നതായിരിക്കും കുറേയും കൂടെ നമുക്ക് ബെറ്റർ.
നമ്മളീ കാണുന്ന ഒരു സെൻട്രൽ പീസ് വെച്ചിട്ട് അതിനകത്തൂടെ വരുന്ന ഈ ഒരു വാട്ടർഫോൾ, ഇൻഡോർ വാട്ടർഫോളിൽ ലോകത്തെ ഏറ്റവും ടോളസ്റ്റ് വാട്ടർഫോൾ എന്നാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇവിടെ അവർ അതിനെ പറ്റിയുള്ള ഒരു നോട്ടീസ് ബോർഡ് പോലെ കൊടുത്തിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ടോളസ്റ്റ് ഇൻ ദ വേൾഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ തന്നെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള എല്ലാ ഔട്ട്ലെറ്റ്സും ഉണ്ട്. അതുപോലെ പല ടൈപ്പ് ഓഫ് ക്യൂസീൻ, റെസ്റ്റോറൻറ്റുകൾ, കോഫി ഷോപ്പുകൾ, ഇഷ്ടംപോലെ കോഫി ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ഇവിടെയുണ്ട്. ഇതിനോട് അനുബന്ധിച്ച് തന്നെ ഇതിനകത്തൂടെ തന്നെ നമുക്ക് എയർപോർട്ടിലോട്ട് ഓരോ ടെർമിനലിലോട്ടും പോകാനുള്ള ഫെസിലിറ്റീസ്, അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെർമിനലിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ എങ്ങും നമുക്ക് കാണാൻ പറ്റില്ല. ഇതുപോലെ ഒരു അടിപൊളി ഒരു തീം പാർക്ക് പോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളിക്കാനുള്ള സ്ഥലങ്ങൾ, വലിയവർക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള സംഭവങ്ങൾ, എല്ലാ ഭാഗത്തും ചെല്ലുമ്പോഴും നമ്മൾ ഓരോയിടത്തും നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് വേണം നമ്മൾ ആ ഒരു പ്ലേസ് നമുക്ക് കയറി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ. അതുപോലെ ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ള പല പല ഭാഗങ്ങളുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പായിട്ടോ അല്ലാതെയൊക്കെ വന്ന ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അതുപോലെയുള്ള ഒരു സീനറിയാണ് ഇതിന് ചുറ്റും ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ അങ്ങനെ ഈ പാർക്കിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. ഇതൊരു എയർപോർട്ടിനുള്ളിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ഇത് എയർപോർട്ടിനുള്ളിലാണ് മകനെ, എയർപോർട്ടിനുള്ളിൽ. സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ ഒരു ഭാഗമാണിത്. ഇപ്പോൾ ചൈനീസ് ന്യൂ ഇയർ നടക്കുന്നത് കൊണ്ട് ഇവിടെ കുറേ ഡെക്കോർ അഡീഷണൽ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ചെടികൾ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലാണോ ഒരു സംശയം തോന്നിപ്പോകും. പക്ഷേ ഇത് ഒറിജിനലാണ്. അത്ര നൈസ് ലുക്കാണ് ഇത്, ഫ്രഷ്. ഈ ഇലയൊന്നും പ്ലാസ്റ്റിക് അല്ല, എല്ലാം ഒറിജിനൽ സംഭവങ്ങൾ തന്നെയാണ്. മറ്റേ ഫൗണ്ടൻ്റെ അതർ സൈഡാണ് നമ്മൾ കുറച്ച് മുമ്പേ നിന്നിരുന്നത്. നമ്മളിവിടെ എത്തിയിട്ട് ഏതാണ്ട് ഒരു 2 മണിക്കൂറിന് അധികമായി. ഇതിനകത്തൂടെ ഒക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഓരോ ഭാഗത്തോട്ട് നമ്മൾ കയറണേലും അവിടെയെല്ലാം നമ്മൾ പൈസ ഇത് കൊടുത്തിട്ട് വേണം കയറാൻ. ഓരോരുത്തരത്തോട്ടും ഓരോ പ്ലേസിലോട്ടും ഓരോ ടിക്കറ്റ് ചാർജ് ഉണ്ട്. ആദ്യത്തെ മെയിൻ എൻട്രൻസിൽ കയറാൻ ഒരു എമൗണ്ട്, അതിനുശേഷം പിന്നെ ഉള്ളിലോട്ടൊക്കെ ഉള്ള സ്പെഷ്യൽ ഏരിയയിലോട്ടൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ പേയ്മെൻറ്റ് കൊടുക്കണം. ഇതൊക്കെ വന്നിട്ട് ഈ ഫോട്ടോ ഷൂട്ടിനും അതിനും ഇതിനുമൊക്കെ പറ്റിയ ഒരു പ്ലേസുകളായി കാണുന്നതൊക്കെ. ഇവിടെ ആൾക്കാരൊക്കെ അങ്ങനെ ഓരോരോ റീൽസൊക്കെ എടുത്തിട്ട് ഇവിടെ നിൽപ്പുണ്ട് ഒത്തിരി ആൾക്കാർ. ലോബിയിലോട്ട് പോകാം. ഈ ലിഫ്റ്റിൽ കയറിയാൽ ഒരു ആംഗിളിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണിത്. ബിൽഡിങ്ങിൻ്റെ ഒരു താഴോട്ടുള്ള വ്യൂ ആണ് ഇവിടെ മേളിൽ നിന്ന്. പോകാം മേളിൽ നിന്ന്, പക്ഷേ താഴെ നിന്ന് പക്ഷേ മേളിലോട്ട് വരാൻ പറ്റില്ല, ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എല്ലാത്തിലും എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇവിടെയൊക്കെ വാക്കിംഗ് നെറ്റ്, ഇവിടെയൊക്കെ പേയ്മെൻറ്റ് കൊടുത്ത് വേണം കയറാൻ. നമുക്ക് സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഈ ഒരു ഭാഗത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗ്ലാസിൻ്റെ ആ ഒരു ഭാഗങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ കാണാം. ലോകത്തൊരു എയർപോർട്ടിലും ഇല്ലാത്ത സംഭവങ്ങളാണ് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവരെ സമ്മതിച്ചു കൊടുക്കണം. ഇവരുടെ ക്രിയേറ്റിവിറ്റിക്കും അവരുടെ ആ ഒരു പ്ലാനിങ്ങും അവർ ആ ചിന്തിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ
അടിപൊളി. നമുക്ക് പിള്ളേരെ ഈ നെറ്റിൽ കിടന്ന് കളിക്കുന്നത് കണ്ടോ. ഇതന്നെ പെറ്റൽ ഗാർഡൻ. ഓരോന്നിനും ഓരോ പേരിട്ടിട്ട് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊക്കെ കയറണ ചില്ലറ പൈസ അങ്ങോട്ട് കൊടുക്കണം. ഓരോരുത്തർക്കും ക്യാഷേഴ്സ് തിരിപ്പുണ്ട്. വെറും ആ ഫോട്ടോ എടുത്ത് ചുമ്മാ 2 ക്ലിക്ക് എടുത്ത് നമ്മുടെയൊക്കെ തന്നതിന് $10. നല്ല മണമുണ്ട് ഈ ഗാർഡൻ്റെ. ഇവരാണെന്നുണ്ടെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് തപ്പി ഈ ഏരിയ മുഴുവൻ കറങ്ങിയത്. ഈ സാധനം സനൂക്ക് കിച്ചൺ, ഇതിനു വേണ്ടിയാണ് ഈ എല്ലാ ഫ്ലോറും തപ്പി നടന്നു. അതിനുശേഷം നമ്മളെത്തി സനൂക്ക് കിച്ചണിൽ. ഇതൊരു തായ് റെസ്റ്റോറൻ്റാണ്. നമ്മൾ ഇവിടെയാണ് ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. 2 packs കോംബോ $43. ഒരു സുഷി തേയ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞാനങ്ങനെ അവിടെ പോയി സുഷി ലഞ്ച് കഴിച്ചു. നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഇതായി ഇവിടെ ഇപ്പം നമ്മളെ കാണാൻ വന്നു. നമ്മളിനി അവരുടെ വീട്ടിൽ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വൈഫിൻ്റെ കൂട്ടുകാരിയാണ്. അദ്ദേഹം ഇവിടെ സെറ്റിൽഡാണ്, സിറ്റിസൺ, ഇവിടുത്തെ സിംഗപ്പൂർ റെസിഡൻ്റാണ്. അപ്പം നമ്മളെ കാണാൻ വേണ്ടി ഇവിടെ എത്തി. ഇതിന് ശേഷം ഇപ്പം നമ്മൾ ഒരുമിച്ച് അങ്ങനെ തിരികെ പോവുകയാണ് ഹോട്ടലിലോട്ട്. നമ്മളങ്ങനെ ഏറ്റവും മേളിൽ നിന്ന് നമ്മളിങ്ങനെ താഴെ ഏറ്റവും അവസാനത്തെ ഫ്ലോറിൽ വന്നു. ഇതാണ് താഴെ നിന്നുള്ള കാഴ്ച. നേരെ പോകുന്നത് ഹോട്ടൽ ലക്ഷ്യമാക്കി. ഇവിടെ നമുക്ക് ടാക്സി എന്തെങ്കിലും എടുത്തിട്ട് നേരെ ഹോട്ടലിലോട്ട് പോയി ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് സിംഗപ്പൂർ സിറ്റിയിലോട്ടൊക്കെ ഒന്ന് കറങ്ങാം. ഇന്ന് അത്യാവശ്യം ഇവിടെ കാണാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് നാളെ നമ്മൾ ഇവിടെ കറങ്ങുന്നു. ഒനിറ്റ്സുക ടൈഗർ. നമ്മൾ എയർപോർട്ട് ആ ഒരു ഏരിയയിൽ തന്നെ എപ്പോഴും കറങ്ങുന്ന മറ്റേ ജുവൽസ്. ഇതാ ജുവൽസിൻ്റെ ഔട്ടർ പാർട്ട്. അതിനകത്ത് നമ്മൾ ഇറങ്ങി നമ്മൾ വെളിയിലോട്ട് പോവാണ് ടാക്സി പിടിക്കാൻ. ഇവിടെ ടെർമിനൽ 3 ട്രെയിൻ ടു സിറ്റി. നമ്മൾ അത് ലക്ഷ്യമാക്കിയാണ് പോവുക. കൊറിയൻസിനെ കണ്ട ഓൾമോസ്റ്റ് ചൈനീസ് ലുക്കാണ് മോസ്റ്റ്ലി. പക്ഷെ മലേഷ്യയിലെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇന്തോനേഷ്യൻ ലുക്കും കൊണ്ടേയിരിക്കും ഇഷ്ടംപോലെ. ചാങ്കി എയർപോർട്ടിൻ്റെ ലോഗോ ഇല്ലാത്ത. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബസ് ടയറാണ് ഓടുന്നതിനടിയിൽ. ട്രെയിൻ പോലെ അല്ല, ടയറല്ല പോകുന്നത്. ഇത് റോഡിൽ കൂടാണ്. നമ്മളിങ്ങനെ ഓരോ ടെർമിനലും താണ്ടി അങ്ങനെ ട്രെയിനിൻ്റെ ആ ഒരു സ്റ്റേഷൻ, ആ ഒരു ഏരിയയിലോട്ട് നമ്മളിപ്പോൾ വന്നു. നമ്മളിതിനു മുമ്പ് നേരത്തെ വെളിയിൽ നിന്ന് കണ്ടിരുന്നൊരു ക്രൗൺ പ്ലാസ. ആ ക്രൗൺ പ്ലാസയുടെ ഒരു എൻട്രൻസ് ഭാഗം ഈ ടെർമിനലിനുള്ളിൽ തന്നെ ഉണ്ട്. ഇത് എയർപോർട്ട് ഹോട്ടൽ പോലെ നമുക്കിവിടെ കാണാം. ഇത് ട്രെയിൻ സ്റ്റേഷനും എയർപോർട്ടിൻ്റെ ഭാഗവും എല്ലാം കൂടെ ഒന്നിച്ച് കിടക്കുന്ന സ്ഥലം. ട്രെയിൻ സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോവാം. നമ്മൾ വന്ന എയർപോർട്ടിൻ്റെ ഭാഗം തന്നെ ഇത്. നമ്മൾ തിരിച്ച് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കറങ്ങുന്നത്.
നമ്മൾ അതുവഴിയാണ് കയറി പോയതും ഇത് അതുവഴി തന്നെ തിരിച്ചിറങ്ങി വരുന്നത്. ട്രെയിൻ സ്റ്റേഷനിലോട്ട് പോകേണ്ടത് ഇവിടുന്ന് അങ്ങോട്ടാണ്. ഇതെല്ലാം എയർപോർട്ടും ട്രെയിൻ സ്റ്റേഷനും എല്ലാം വളരെ പ്ലാൻഡായിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് എല്ലാം ഒരേ ഏരിയ തന്നെയാണ്. കണ്ടോ, ട്രെയിൻ സ്റ്റേഷൻ ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഓ, ഭയങ്കര വലിയ എയർപോർട്ടല്ലേ. അതായത് $50 ഒരു ടിക്കറ്റ് എടുത്താൽ ചാങ്കി എയർപോർട്ടിൽ മില്ലേനിയർ സ്കീമിൽ അംഗമാകാം. ലോട്ടറി. നമ്മൾ വന്ന് ഇറങ്ങിയ സ്ഥലമല്ല ഇത്. ഇത് വന്നിട്ട് മറ്റ് ഫ്ലൈറ്റുകൾ വരുന്ന എയർപോർട്ടാണെന്ന് തോന്നുന്നു. നമ്മൾ വന്നിരുന്ന എയർ ഏഷ്യയുടെ മാത്രമുള്ളിടത്തല്ലേ വന്നിറങ്ങി. ഇത് ഇൻ്റർനാഷണൽ ഫ്ലൈ ചെയ്യുന്ന എയർപോർട്ടിൻ്റെ ഭാഗമാണെന്നാണ് കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. GST നമ്മളിവിടെ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ GST റീഫണ്ടെന്ന് എഴുതി വെച്ചിട്ടില്ലേ, അവിടെ പോയിട്ട് ഇൻവോയ്സും പാസ്പോർട്ട് ഡീറ്റെയിലും കാണിച്ചാൽ നമുക്കവർ വാങ്ങിയ തുകയുടെ GST റിട്ടേൺ തരും. ഉണ്ട് അവിടെ. ഓ നൈസ്. ഉണ്ടോ? ലഗേജ് താഴെ നിന്ന് ആൾക്കാർ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോവാണ്. ഡിഫറെൻറ്റ് സ്റ്റൈലാണ് ലഗേജ് പോകുന്നത്. See, this is Changi Airport Passenger Terminal 3 was officially opened by the Prime Minister Mr. Lee Hsien Loong. ഈ എയർപോർട്ട് മുഴുവൻ നടന്ന് കണ്ടു. ഇനി സിംഗപ്പൂർ എയർപോർട്ടിൽ ഒരു കോർണർ പോലും ഇല്ല. മുക്കും മൂല അരിച്ച് പെറുക്കി നമ്മൾ. ഒരു എയർപോർട്ട് തന്നെ, ഭയങ്കര വലിയ എയർപോർട്ടായിരുന്നു. നമ്മളിവിടെ ട്രെയിൻ സ്റ്റേഷനിലെത്തി ട്രെയിൻ എടുക്കാൻ. ഇത് വന്നിട്ട് മെട്രോ ഇവിടെ കിടപ്പുണ്ട്. എയർപോർട്ട്, ചാങ്കി എയർപോർട്ട്. ചാങ്കി എയർപോർട്ട് എക്സ്പോ താനാമറ. നിൽക്കുന്നത് ചാങ്കി എയർപോർട്ടാണ്. ചാങ്കി എയർപോർട്ടിൽ EW4 താനാമറ. പിന്നെ അങ്ങനെ വന്ന് നമ്മളിത് ലാവൻഡറിലാണ് വരേണ്ടത്. നടന്ന സ്ഥലം അത്. നമ്മളിവിടെ ഇറങ്ങണില്ല. ഇത് എയർപോർട്ടിൽ നിന്ന് താനാമറ വന്നു. താനാമറയിൽ നിന്ന് വേറെ ഇതിൽ കയറണം. ഈസ്റ്റ് വെസ്റ്റ് ലൈൻ. നമ്മൾ അടുത്ത സിറ്റിയിലോട്ട് പോവാം. നമ്മൾ വന്നിരിക്കുന്നത് ആ ഒരു എയർപോർട്ടിൻ്റെ അവിടുന്ന്, ചാങ്കി എയർപോർട്ടിൻ്റെ അവിടുന്ന് തനാമറ. തനാമറയിൽ നമ്മൾ ഇനി നേരെ 1, 2, 3, 4, 5, 6, 7, 8 എട്ടാമത്തെ സ്റ്റോപ്പ് ലാവൻഡർ. അവിടെയാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ലാവൻഡർ. ഇത് എയർപോർട്ടിലോട്ട് പോകുന്ന മെട്രോ ആണ്. നമ്മൾ സിറ്റിയിലോട്ട് പോകുന്ന മെട്രോയിലും. Next station is Paya Lebar. ലാവൻഡറിൽ നിന്ന് നമ്മൾ ബൈ ബൈ പറഞ്ഞ് മെട്രോയെ വിട്ടു. പറയുന്നത് ഒത്തിരി പഴയ മെട്രോ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പുതുമ ഇതിനകത്ത് കാണാൻ പറ്റും. പക്ഷെ പെർഫെക്റ്റ്ലി ക്ലീൻ ആണ് എല്ലായിടവും. സിംഗപ്പൂർ ഈസ് വൺ ഓഫ് ദ വെരി ക്ലീനസ്റ്റ് കൺട്രി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ഇത് കണ്ടറിയാം ചെന്നിട്ട്. ഇനി വന്നിറങ്ങിയാണ് ഇവിടുത്തെ ഒരു പറഞ്ഞു തന്നു.
നമ്മളിപ്പോൾ സിംഗപ്പൂർ സ്ട്രീറ്റിൽ കൂടെ നടക്കുവാണ്. മെട്രോ ഒക്കെ പിടിച്ച് എയർപോർട്ടിൽ നിന്ന് നമ്മളിവിടെ എത്തി. നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ് ഈ കാണുന്ന ഹോട്ടൽ ബോസ്. സോഫാർ ഇവിടം ഒക്കെ ഒരു ക്ലീൻ റോഡുകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ എല്ലാ സിറ്റിയിൽ ചെല്ലുമ്പോഴും കാണുന്ന പോലെ തന്നെ നനച്ച് വെയിലത്തുണക്കാനിട്ടിരിക്കുന്ന ഡ്രസ്സുകൾ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഓരോ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാൽക്കണിയിലും. നമ്മുടെ ഹോട്ടൽ ഈ കാണുന്നതാണ് ഹോട്ടൽ ബോസ്. ഹോട്ടൽ ലോബിയിൽ വഴി നേരെ നടന്ന് അങ്ങോട്ട് പോകണം. സിംഗപ്പൂർ ബസ് ഉണ്ട് പോകുന്നത്. ഇവിടുത്തെ ലൈൻ ബസ് പോലത്തെ സംഭവം ഇതാണ്ട്. ബോസ് എന്ന് പറഞ്ഞ ഹോട്ടലിലെത്തി. അതിൻ്റെ റിസപ്ഷനിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. 2 നൈറ്റ് നമ്മൾ ഈ ഹോട്ടലിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. സിംഗപ്പൂർ വിശേഷങ്ങളൊക്കെ ആയിട്ട്. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.